CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടതായിക്കൊണ്ട് മിലോസ് റിഞ്ചിനെ ഒഫീഷ്യലായിക്കൊണ്ട് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും താങ്ക് യു പോസ്റ്റർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടതിന് ശേഷം മിലോസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് മിലോസ് പറഞ്ഞതിലേക്ക് കടക്കാം. സന്തോഷകരമായിട്ടുള്ള 2 വർഷങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നുള്ള ക്ലബിൽ നിന്നും ഞാൻ വിട പറയുകയാണ്. ഇപ്പോൾ എന്തായിരുന്നു അത് അഭിനിവേശം വെല്ലുവിളികൾ മറക്കാനാവാത്ത നല്ല നിമിഷങ്ങളായിരുന്നു എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെ ആരാധകരെ തന്നെയാണ്. ഈ 2 വർഷത്തെ നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നുണ്ട്. കൂടാതെ തന്നെ പ്രത്യേകിച്ച് KBFC മന്നപ്പട എന്നുള്ള ഈ ഒരു ക്ലബിന്റെ ഹൃദയമിടിപ്പ് തന്നെയാണ്. വീട്ടിലും പുറത്തും അവർ നല്ല രീതിയിലുള്ള പിന്തുണയാണ് എല്ലാവർക്കും അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ ജയിച്ച് ധരിച്ച് ക്ലബിനായി എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ തന്നെ ആ ഒരു ക്യാപ്റ്റന്റെ ഹാൻഡ് ബാൻഡ് ധരിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഈ ഒരു ക്ലബിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലബിലേക്കുള്ള വരവിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ഒരു പരിശീലകന് ഞാൻ വലിയ നന്ദി തന്നെ അറിയിക്കുന്നു. വരാനിരിക്കുന്ന എല്ലാ സീസണിലും നിങ്ങൾക്ക് ആശംസകൾ നേരുകയും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയൊരു ലക്ഷ്യമാണ് ഒരു ട്രോഫി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ISLയിലെ ഒരു കപ്പ് അഥവാ ഒരു ട്രോഫി ഇവർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിലോസ് റിഞ്ചിച്ച് ഈ ഒരു ടീമിൽ നിന്നും ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ തന്നെ കുറിച്ചാണ്. ഡേവിഡ് കാറ്റാലക്കൊപ്പം സ്ട്രെങ്ത്തും കണ്ടീഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാൻ വന്ന ഒരു പരിശീലകൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ താങ്ക് യു പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഒരു പകരക്കാരന്റെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC കണ്ടെത്തി കഴിഞ്ഞു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും റിപ്പോർട്ടുകൾ പ്രകാരം അലക്സ് മുറേ എന്നുള്ള ആ ഒരു പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഇനി വരുന്ന സീസണിലേക്കുള്ള സ്ട്രെങ്ത്തും കണ്ടീഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്തത് എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സീസൺ അഥവാ അദ്ദേഹത്തിന്റെ ഒരു ഡെബ്യൂ സീസൺ തന്നെ ആയിരിക്കും ISLയിലെ ഇനി വരാൻ പോകുന്ന സീസൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം എക്സ്പെക്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതുമാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അദ്ദേഹത്തെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു പരിശീലകനെ നോക്കിക്കാണുന്നത്. ISL മത്സരങ്ങൾ നോക്കിക്കാണുന്നില്ല എങ്കിലും ആ ഒരു പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ നോക്കിക്കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. മിലോസ് ടീം ഇട്ട് പോയി, ക്വാമി പെപ്ര പോയി, ഇഷാൻ പണ്ഡിത് പോയി, അങ്ങനെ ഒരുപാട് താരങ്ങൾ പോയി. ആ ഒരു താരങ്ങൾക്കൊക്കെ പകരക്കാരനെ ബാക്കിയുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കേണ്ടതും ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ടീമിൽ നിന്നും അധികം മോശം പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ പുറത്താക്കുമ്പോൾ കുറച്ച് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമല്ലാതെ നമുക്ക് പ്രയോജനപ്പെട്ടത് അഥവാ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നോഹ സദോയിയൊക്കെ സൈൻ ചെയ്തതുപോലെയുള്ള ഒരു സൈനിങ് ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്തു നിന്നും അടുത്ത സീസണിലേക്ക് വേണ്ടി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.